യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ പോലെ ചെയ്തതാട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയൊരു തവണ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല മൂപ്പിച്ച് ഗോൾഡൻ കളറാക്കി എടുക്കണം. എന്നിട്ട് ചില ആൾക്കാർ ഈ ചിക്കൻ കറി കഴിക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കടിക്കുക എന്ന് പറയുന്നത് അൺസൈക്കബിളാണ്, എന്നെ പോലുള്ള ചില ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താൽ സൂപ്പറായിരിക്കും. പക്ഷേ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒഴിവാക്കാനും പറ്റില്ല. അപ്പം മൂത്ത് വന്ന ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമ്മൾ കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ കൊണ്ടേയിരിക്കുക. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ചില ആൾക്കാർ അത് ആഡ് ചെയ്തിട്ട് ചെയ്യും, പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മൊത്തപ്പോൾ നമ്മുടെ ആ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തേങ്ങ. അപ്പോൾ തേങ്ങയും നല്ല ബ്രൗൺ കളറിൽ എത്രത്തോളം ബ്രൗൺ ആക്കാൻ പറ്റൂ അത്രയും ടേസ്റ്റ് കിട്ടും. പക്ഷേ എനിക്കിത് ക്ഷമയില്ലാത്ത കാരണം ഞാൻ വല്ലാണ്ട് അങ്ങനെ ബ്രൗൺ ആക്കിയിട്ടില്ല, ചെറിയ രീതിയിൽ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം മുരിഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ ഇത്രേ ആക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് ഇതിനേക്കാളും ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ചിക്കൻ കറിയിൽ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല. കുരുമുളകും മാത്രമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളക് മാത്രമല്ല, ചിക്കൻ മസാല, മല്ലിപ്പൊടി. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയല്ല, ഉള്ളിയും തക്കാളിയും നന്നായി വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉള്ളിയും തക്കാളി ഇതിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേയിലോട്ടേക്ക്. അപ്പോൾ ഇത് വഴണ്ട് വരട്ടെ, അപ്പോഴേക്ക് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലേ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് കുറച്ച് അടി കിട്ടോ, എന്നാലേ നല്ല എരിവുണ്ടാവുള്ളൂ. വേറെ മുളകൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല മുരിഞ്ഞ് വരട്ടെ, നല്ല മുരിഞ്ഞ് വരണം. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ നല്ല ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈവൻ റെഡി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങക്കുട്ടന്മാരെ അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സിയിൽ വെച്ചതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാതെ സിമ്മിലിട്ട് നമുക്ക് അടച്ചു വെക്കാം. സിമ്മിലിട്ടില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴത്തേനും നല്ല കിടിലം വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പൊടി, അപ്പം ഇങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. പക്ഷേ എന്തിൻ്റെ പ്രശ്നം, നമ്മളിതിൽ ഇഞ്ചിയും ഇല്ല വെളുത്തുള്ളിയും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കറി പൂർണ്ണമായി. ഇനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ലാസ്റ്റ് ഒരു പച്ച വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ചിക്കൻ നന്നായി വെന്തതാണ്. അപ്പോൾ നന്നായി തിളച്ച് വരട്ടെ. അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ പരിപാടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. കാരണം ഞാൻ കണ്ടുപിടിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് ചിക്കൻ വെച്ച് ഒരുപാട് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ ഇതിൽ നന്നായി തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇടണം. ഇല്ല ലാസ്റ്റ് ഇടാന്നാണെങ്കിൽ കുരുമുളകിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പം ഇട്ടിട്ട് അത് തിളക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുത്തലുണ്ടാവില്ല. അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, എണ്ണ ആഡ് ചെയ്യണം. നല്ല തിള വരട്ടെ, എന്നിട്ട് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ചിക്കൻ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ എണ്ണ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നല്ല തിള വരണം. നല്ല തിള വന്നതിന് ശേഷം നമുക്കിങ്ങനെ ഇറക്കി വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, കറിവേപ്പില ഇടാൻ മറന്നുപോയി. കറിവേപ്പില കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും